വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ്റെ മകൻ്റെ പ്രചരണം നടക്കുകയാണ് ഇവിടെ കാഞ്ഞിരംപാറ. അവരോടൊപ്പമാണ് ഞങ്ങൾ. അരുൺ നാരായൺ ഓരോ വീട്ടുകാരെയും നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ്. അച്ഛന് വോട്ട് ചെയ്യണം എന്ന് അവരോട് നേരിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം മഹേഷ് ഉണ്ട്. നമുക്ക് മഹേഷിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. മഹേഷ്, നമുക്കറിയാം ഇപ്പോൾ ഇടതുപക്ഷത്താണെങ്കിൽ ഒരുപാട് പേര്, അതായത് ഇത്രയും പ്രായമുള്ള ആൾക്കാർ നേതൃസ്ഥാനത്ത് വേണമോ എന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലായി ഉയരുന്നു. പക്ഷേ അവരതൊന്നും കേട്ടതായി പോലും നടിക്കുന്നില്ല. ആരും സീറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ല. അടുത്ത പ്രാവശ്യം ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുടെ ലെവലിലും ഒക്കെ, മീൻസ് മറ്റു മന്ത്രിമാരിലൊക്കെ അത് പ്രായം ചെന്നവരെയാണ് കാണുന്നത്. പക്ഷേ എവിടെ ആ ഒരു ചെറുപ്പക്കാരുടെ രക്തമുണ്ടോ അവിടെ അത് നല്ല രീതിയിൽ അവിടെ വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ട്. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ചെറുപ്പത്തിൻ്റെ ആ ഒരു കരുത്ത് എന്ന് പറയുന്നത് അത് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരുപക്ഷെ അരുണിൻ്റെ ഈ ഒരു രംഗപ്രവേശം, അച്ഛന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഈ ഒരു നിമിഷത്തിൽ സർപ്രൈസാണ്. അങ്ങനെ വരുന്ന ഈ ഒരു രംഗപ്രവേശം ആ ഒരു യങ്സ്റ്റേഴ്സിനെ കൂടുതൽ ആകർഷിക്കാൻ തന്നെ ആയിരിക്കുമോ? അല്ല, തീർച്ചയായിട്ടും. ഈ തവണ കോൺഗ്രസ് പരീക്ഷിച്ചിട്ടുള്ളത് തന്നെ യുവത്വത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്, യങ്സ്റ്റേഴ്സിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. അത് സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. കൂടുതലും യുവാക്കൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും പിന്നെ ഇപ്പം പ്രചരണവും ആ തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. പിന്നെ ഇവിടെ കെഎമ്മിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ അരുണേട്ടൻ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഇതൊരു കുടുംബമാണ്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലേക്ക് അച്ഛന് വേണ്ടി വോട്ട് ചോദിച്ച് മകൻ ഇറങ്ങുന്നു എന്നുള്ളത് അത് വലിയൊരു പുതുമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും അതൊരു പുതുമയായിട്ട് തോന്നും. പക്ഷേ അദ്ദേഹം നേരത്തെ മുൻകാലങ്ങളിലും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 2011-ലും 2006-ലും ഒക്കെ വോട്ട് ചോദിച്ച് ഞാൻ പോയിരുന്നു. പക്ഷേ അന്നൊന്നും ഈ നവമാധ്യമ ലോകം അത്ര സജീവമല്ലാത്തതുകൊണ്ട് അതിന് വലിയ പബ്ലിസിറ്റി കിട്ടില്ല. ഇന്നിപ്പോൾ നവമാധ്യമ ലോകം വളരെയധികം വിപുലമായി കിടക്കുന്നത് കൊണ്ട് അതിന് പബ്ലിസിറ്റി കിട്ടി. ഇന്നിപ്പോൾ ആളുകളും മീഡിയയും മാധ്യമങ്ങളുമെല്ലാം അറിഞ്ഞു അദ്ദേഹത്തിനെ അത് കവർ ചെയ്യാനായിട്ട് വന്നതാണ്. അദ്ദേഹം ഈ ഇലക്ഷൻ പ്രചരണത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. അത് ചിലപ്പോൾ ഒന്നുകിൽ മുൻപന്തിയിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ഇതിന് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ എന്നുമുണ്ട്. ഇതിപ്പം കുടുംബത്തിലേക്ക് കെ മുരളീധരൻ തിരികെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾ കൂടി വോട്ട് ചോദിച്ച് അദ്ദേഹത്തിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുകൊണ്ട് ഇറങ്ങുന്നു മാത്രം. വട്ടിയൂർക്കാവിൽ മാത്രമല്ല, എവിടെയും നമ്മുടെ കെ മുരളീധരൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളർ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു മാജിക് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇത്തവണയും വട്ടിയൂർക്കാവിൽ ആ ഒരു മാജിക് പ്രതീക്ഷിക്കുക. അതിന് മാജിക് എന്ന് ഞാൻ പറയുന്നില്ല, നമുക്കതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ ആ ഒരു മാജിക് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും വട്ടിയൂർക്കാവുകാർക്ക് മുരളി സാർ ഇവിടെ നിന്ന് പോയതിൽ അതിയായ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പാർട്ടി ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ വേണ്ടി മറ്റൊരു നിയോജക മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് പോകണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ, തൻ്റെ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടി വന്ന് വളരെ വിഷമത്തോടെ. പക്ഷെ അങ്ങനെ പോയപ്പോഴും അദ്ദേഹം എല്ലാ ആഴ്ചയിലും 2 ദിവസം ഏറ്റവും കുറഞ്ഞത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. വടകരയിൽ MP ആയിരുന്നപ്പോഴും അദ്ദേഹം എല്ലാ ആഴ്ചയിലും 2 ദിവസത്തോളം വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കുമെന്നുള്ളതല്ല, വട്ടിയൂർക്കാവിനെ അദ്ദേഹം എന്ന് നെഞ്ചോട് ചേർത്തിരുന്നു. വട്ടിയൂർക്കാവും അദ്ദേഹത്തെ എപ്പോഴും നെഞ്ചോട് ചേർത്ത്. അതുകൊണ്ട് തന്നെ ഈ തവണ ഉറപ്പായിട്ടും വട്ടിയൂർക്കാവിൽ നിന്ന് കെ മുരളീധരൻ ജയിക്കുമെന്നുള്ളതിന് പ്രധാന കാരണം അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ച വികസനങ്ങളാണ്. ഇപ്പോൾ നിലവിലെ MLA കഴിഞ്ഞ 8 വർഷമായി എന്താണ് ചെയ്തത്, കെ മുരളീധരൻ മുൻകാലങ്ങളിൽ MLA ആയിരുന്ന കാലഘട്ടത്തിൽ എന്താണ് ചെയ്തു വെച്ചതെന്ന് ജനങ്ങൾക്കറിയാം. അത് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ കെ മുരളീധരൻ ജയിച്ചു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതികൾ പലതും ഇപ്പോഴും പെരുവഴിയിൽ കിടക്കുകയാണ്. ഇത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ്റെ വികസനം ഉൾപ്പെടെ. അത് ആദ്യമായി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കെ മുരളീധരൻ്റെ ഇടപെടലിലാണ് ഏകദേശം 200 കോടിയോളം രൂപ ഫണ്ട് അനുവദിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുന്നു. ഇന്നും അതേ അവസ്ഥയിൽ തന്നെയാണ്. കുറേ കെട്ടിടങ്ങളും പൊളിച്ചിട്ടു, സ്ഥലം ഏറ്റെടുത്തു എന്നല്ലാതെ കഴിഞ്ഞ 7-8 വർഷമായിട്ട് അതിന് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ കെ മുരളീധരൻ ഈ വട്ടിയൂർക്കാവിൽ MLA ആയി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വികസനങ്ങൾക്ക് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അത് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ആ വികസനം മുന്നോട്ട് പോകണമെങ്കിൽ കെ മുരളീധരൻ ചെയ്യണം. അത് വട്ടിയൂർക്കാവുകാർക്ക് കൃത്യമായി അറിയാം. വട്ടിയൂർക്കാവുകാർക്ക് കൃത്യമായി അറിയാവുന്ന കെ മുരളീധരൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തിലാണ് പ്രവർത്തകർ. ഒപ്പം അരുണിൻ്റെ ഒരു കടന്നുവരവും കൂടി വന്നിരിക്കുകയാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പോരാട്ടം കടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഈ മീനച്ചൂടിലും വേർത്തൊലിച്ചിട്ടാണെങ്കിലും ഇവർ പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ അരുണിനൊപ്പമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.